അയ്യോ സത്യമായിട്ടും പോലീസ് സ്റ്റേഷനാണ്. ഇത് പോലീസ് സ്റ്റേഷൻ എന്താണോ ഉറപ്പ്? ഓക്കെ സാർ മനസ്സിലായി. പോലീസ് സ്റ്റേഷൻ വെച്ചോ. എല്ലാ ഇത് പുള്ളില്ലേ? ഇല്ല ഞാൻ ഉച്ച കഴിഞ്ഞ് ലീവാണ് സാർ. അതിനാണ് ഇങ്ങനെ വെച്ചത്. എന്നിട്ട് താത്തി വെക്കാൻ പറ്റാ. എന്നിട്ട് വീട്ടിൽ പോയിരുന്നു രാജിക്കത്ത് ഞാനെ കൊണ്ടുവരാം. അത് സാർ അങ്ങനെ പോലീസുകാർ മണ്ണന്മാരാന്ന് പറഞ്ഞ് കറക്റ്റ് അല്ല. എന്ത് മണ്ടത്തരം കാണിച്ചു? ലാപ്ടോപ്പിൽ സിനിമ കണ്ടോണ്ടിരിക്കുമോ നടത്തും? എന്റെ പൊന്നു സാറേ, ലാപ്ടോപ്പിൽ സിനിമ കാണുമല്ല. ഈ പോലീസ് സ്റ്റേഷൻ ഹൈടെക് ആക്കിയ പേര് സാർ അറിഞ്ഞില്ലേ? ഹൈടെക് എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു സാറേ, സിറ്റി മുഴുവൻ CC ക്യാമറ നിരീക്ഷണത്തിലാണ്. സിറ്റി മുഴുവൻ നമുക്ക് ഇവിടെ നിന്ന് നിയന്ത്രിക്കാൻ പറ്റും, കാണാൻ പറ്റും. നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്ക് വെക്ക്. എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ പറ സാർ. അത് പറയാൻ നീ വെക്ക്, സൂം ചെയ്യ്. ഇൻഫോ പാർക്ക്. ഓക്കെ, വണ്ടിയുടെ എന്താണ് സാർ, എവിടെ പോകും സാർ? സാർ അവിടെ തട്ടുകട തുറന്നു കിടക്കും. എനിക്കാണ് ഈ വിഷമത്തിട്ട് മേലെ ഞാൻ തട്ടുകട നോക്കില്ലായിരുന്നോ? ദോശ. ഒരു IG എന്നതിലുപരി ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മ കൂടിയാണ് ഞാൻ. തന്റെ ഒന്നും ഈ വളിച്ച കോമഡിക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇന്നേക്ക് എന്റെ മകൻ നഷ്ടപ്പെട്ടിട്ട് 4ാമത്തെ ദിവസമാണ്. എന്റെ 10 വർഷത്തെ സർവീസിനിടയിൽ ഒരു തുമ്പ് പോലും കിട്ടാത്ത കേസാണിത്. വെറും 4ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള ജോർജ് കുട്ടി. നമ്മൾ കേരള പോലീസിനെ എല്ലാരും നട്ടം ചുറ്റിക്കാണ്. അതുകൊണ്ട് ഞാൻ ആകെ ടെൻഷനില്ല. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കേസ് CBI ഏൽപ്പിച്ചു. ഇനി കോച്ചാടിന്റെ ഫ്രണ്ട് തട്ടുകടന്ന് സിബിനെ ഏൽപ്പിച്ചു. മോളിലെ പട്ടിയോ സാറെന്താ നോക്കുന്നത്? സാറ് നോക്കണ വേറൊന്നല്ല, ഇന്നലെ വന്നപ്പോഴേ 5ന്റെ തൊട്ടി കാണിപ്പോയായിരുന്നു. ശിവന്റെ ബലത്തിൽ നേരത്തെ വെച്ച കാശായിരുന്നു, അത് പോയി. 5ന്റെ പൈസ കളയില്ല. ഞാനെടുക്കില്ല കൂടത്ര പൈസ. അതെ മാഡം, എന്താ ഞങ്ങള് CBIക്കാരോട് വരാൻ പറഞ്ഞു? എന്റെ മകൻ നഷ്ടപ്പെട്ടിട്ട് ഇന്നത്തേക്ക് 4ാമത്തെ ദിവസം. പേപ്പറിലൊരു പരസ്യം കൊടുത്താ പോരെ? 2 ദിവസം കഴിയുമ്പോൾ അറിയുമല്ലോ. അതല്ല, മാഡത്തിന്റെ മകൻ മിസ്സിംഗ് ആണ്. ഈ ചീള് കേസിനൊക്കെ എന്തിനാ നമ്മളോട് വരാൻ? ഭയങ്കര ബോറാട്ടോ. എന്താണ് മകന്റെ പേര്? വരുൺ. ഈ കാണാതായ വരുണ്ട് ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? ചാക്കോ, അവനൊരു അസലും ഒളിഞ്ഞോട്ടക്കാരനുണ്ട്. അത് മനസ്സിലായി. പൂച്ചയുടെ കണ്ണുണ്ടല്ലോ, പൂച്ച കണ്ണാണ് അവന്. പിന്നെ എല്ലായിടത്തും പൂച്ച പാല് കുടിക്കുന്ന ആരും അറിയണില്ല വിചാരം. നമ്മൾ CBIക്കാര് കണ്ടുപിടിച്ചിരിക്കും. അതെ, ഈ വരുണിന് ഏതെങ്കിലും വിധത്തിലുള്ള റിലേഷൻസ്? പാലയിലുള്ള ഒരു ജോർജ് കുട്ടിയുടെ മകളായിട്ട് സംതിങ്. ചാക്കോ, നമുക്ക് ആ വീട് വരെ ഒന്ന് പോണം. നമ്മുടെ വീട്ടിലേക്ക്? നമ്മുടെ വീട്ടിലേക്കല്ല, ജോർജ് കുട്ടിയുടെ വീട് വരെ പോണം. സെക്കൻഡ് സാർ, അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമല്ലോ. മിസ്റ്റർ CBI, കല്യാണം കഴിച്ചാണോ? കല്യാണം? എന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാം. കാണിക്കാതെ എന്റെ കൂടെ പാടോ. വേണ്ട, അല്ല, ഇച്ചായെന്ന് വിളിച്ചതാ. എനിക്കാകെ പേടിയാകുന്നു. കേസ് അന്വേഷിക്കുന്നത് സേതുരാമയ്യ CBI ജയിലിലാവുന്നുള്ളത് ഉറപ്പാ. മോളിക്കുട്ടി, നീ പേടിക്കണ്ടേ. എന്റെ കൊക്കിന് ജീവനെടുത്തോളം കാലം നിന്നെയും എന്റെ മക്കളെ ഞാൻ ഒറ്റ കൊടുക്കില്ല. നീ മക്കളെ വിളി. മക്കളെ, മക്കളെ, ഭയവും ടെൻഷനും നമ്മളെ മനസ്സിൽ എപ്പോ കയറിയാലും നമ്മൾ അപകടത്തിലാവും. അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും നമ്മൾ ഭയക്കരുത്. മക്കളായി പോയില്ലേ, നമ്മൾ എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ചേ പറ്റും. നല്ല ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടതല്ലേ. ചില സിനിമകളുടെ ഓർമ്മകൾ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. തെറ്റ് ചെയ്യാത്തത് ആരാണ്?
നിങ്ങൾ ഈ വൃത്തിയിട്ട സിനിമ കാണുന്ന ഒന്ന് നിർത്തിച്ച് ഇങ്ങോട്ട് വാ. അപ്പൊ ഒക്ടോബർ 2 നമ്മൾ എവിടെ പോയി? സേവന വാരത്തിന്. അന്ന് ഗാന്ധി ജയന്തി അല്ലേ ഇച്ചായ? ഓഗസ്റ്റ് 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 2 നമ്മൾ ധ്യാനത്തിന് പോയി. സുരേഷിനോട് സിനിമയ്ക്ക് പോയില്ല. നമ്മൾ എവിടെ പോയി മക്കളെ? ധ്യാനത്തിന് പോയി.